വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് ശബരിമലയിൽ തന്നെ എത്തി നിൽക്കുകയാണ്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അന്വേഷണം വിപുലമാക്കാതെ അന്വേഷണം പൂട്ടിക്കെട്ടാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ശ്രമിക്കുന്നു എന്ന സുപ്രധാന വാർത്തയുമായി ഞങ്ങളുടെ രാജീവ് ചേരുന്നുണ്ട്. രാജീവ്, ഈ ഒതുക്കി തീർക്കൽ അത് സ്വാഭാവികമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം കൂടിയുണ്ട്. പ്രധാനപ്പെട്ട പ്രതികളെ രക്ഷിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ, അതുപോലെ PS പ്രശാന്ത്, ഇവരെയൊക്കെ 2 തവണ ചോദ്യം ചെയ്ത് വിട്ടയക്കുകയായിരുന്നു. അപ്പോൾ അവരെ ഒന്നും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തണ്ട എന്ന് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? മാത്രമല്ല 2025 പാളികൾ കടത്തിയതിലോ, അതുപോലെ പത്മകുമാറിൻ്റെ, ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിൻ്റെ മകൻ യോഗദണ്ഡും രുദ്രാക്ഷവും സ്വർണം കെട്ടിയതിലോ അന്വേഷണമില്ല. കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന ആശങ്കയിലാണ് ഈ നീക്കം. രാജീവ്, ഈ വാർത്തയുടെ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് അല്ലംബിയാർ, അശ്വതി. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ്. അതായത് ഈ സ്വർണ്ണ കവർച്ചയിലെ കേസുകൾ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം SIT നടത്തുന്നു എന്ന ആരോപണം നേരത്തെ തന്നെ വളരെ ശക്തമായി ഉയർന്നിരുന്നു. പലതവണ ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉന്നയിച്ചതാണ്. പലരുടെ അറസ്റ്റുകൾ വൈകിയപ്പോഴായിരുന്നു ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പലതവണയായി ഉന്നയിച്ചുകൊണ്ടിരുന്നത്. എന്തുകൊണ്ടാണ് ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാത്തത്? ശങ്കരദാസിന്റെ മകൻ DIG ആയതുകൊണ്ടാണോ അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘം വൈകുന്നത് എന്നതുൾപ്പെടെ ചോദ്യങ്ങൾ പലതവണ ഹൈക്കോടതിക്ക് ചോദിക്കേണ്ടതായി വന്നു. അത്രത്തോളം ഇതിൽ നടന്നത് എന്ന് കാര്യം വ്യക്തമാണ്. ഇതിനിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു വസ്തുത നിലനിൽക്കുന്നത്. അതായത് ശബരിമലയിൽ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട വാർത്തകളും അതുപോലെ തന്നെ ഈ അന്വേഷണവും ഒക്കെ തുടങ്ങുന്നത് 2025 ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത് മുതലാണ്. സ്മാർട്ട് ക്രിയേഷൻസിലേക്കാണ് ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ അന്ന് കൊണ്ടുപോയത്. ദേവസ്വം ബോർഡ് ഉത്തരവിറക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം തന്നെ കൊടുത്തുവിടുന്നതിന് വേണ്ടിയാണ്. സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടുന്നു. അത് ചെന്നൈയിലേക്ക് എത്തുന്നു. ആ സമയത്ത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെയാണ് ഈ പാളികൾ കൊണ്ടുപോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ആദ്യം അന്വേഷണം തുടങ്ങുന്നത്. പക്ഷേ ഇതുവരെയായിട്ടും അതിൽ ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. 2025 സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി പലതവണ ആവശ്യപ്പെട്ടതാണ്. മാത്രമല്ല ഹൈക്കോടതി തന്നെ പറഞ്ഞിരുന്നു അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന് ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ലെന്ന്. എന്നിട്ട് പോലും ഇതുവരെ SIT ആ വിഷയത്തിൽ കേസെടുക്കാൻ തയ്യാറായിട്ടില്ല. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് കേസെടുത്താൽ, അതായത് പുതിയൊരു FIR രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് കൂടി അറസ്റ്റിലാകുന്ന സാഹചര്യമുണ്ടാകും. ആ ഭരണസമിതിയിലെ പല അംഗങ്ങളും അറസ്റ്റിലാകുന്ന സാഹചര്യമുണ്ടാകും. കൂടുതൽ ഉദ്യോഗസ്ഥരെ പ്രതി ചേർക്കേണ്ട സാഹചര്യമുണ്ട്. അതായത് നിലവിലെ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം യഥാസമയം കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ അദ്ദേഹം ജയിൽ മോചിതനാകുന്ന സാഹചര്യം ഉണ്ടായി. അതേസമയം തന്നെ 2025 ഈ കേസിൽ കൂടി പ്രതി ചേർത്തിരുന്നെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിൽ മോചിതനാകുമായിരുന്നില്ല. FIR രജിസ്റ്റർ ചെയ്താൽ അദ്ദേഹം ഇപ്പോഴും ജയിലിൽ തുടരുന്ന ഒരു അവസ്ഥയുണ്ടാകുമായിരുന്നു. ഇതിനെല്ലാം അട്ടിമറി ഉണ്ടായത് 2025 FIR രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ്. ഇതിനൊപ്പമാണ് മറ്റൊരു സംഭവം. അയ്യപ്പൻ്റെ യോഗദണ്ഡും അതുപോലെ തന്നെ രുദ്രാക്ഷവും സ്വർണം കെട്ടിച്ചു എന്ന സംഭവം. അത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിൻ്റെ കാലത്താണ് ഇത്തരമൊരു ഉത്തരവിറക്കുന്നത്. തൻ്റെ മകനെ കൊണ്ട് തന്നെ ചെയ്യിച്ചോളാം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പത്മകുമാർ ദേവസ്വം ബോർഡിനെ കൊണ്ട് ഒരു ഉത്തരവ് പുറത്തിറക്കുകയായിരുന്നു. ഇതിൽ കൃത്യമായ ചട്ടലംഘനമുണ്ട് എന്ന് ദേവസ്വം വിജിലൻസ് ചൂണ്ടിക്കാണിച്ചിരുന്നു. ഹൈക്കോടതി ഉൾപ്പെടെ ഈ വിഷയം പരിഗണിച്ചതുമാണ്. ജനം TV യാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. ഇതിന് തൊട്ടു പിന്നാലെ തന്നെ ദേവസ്വം വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയും ചട്ടലംഘനമുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. കാരണം സ്വന്തം മകനെ കൊണ്ട് ഇത്തരത്തിൽ ഒരുപക്ഷെ ആചാരപരമായി വളരെയധികം പവിത്രമായി കാണുന്ന വസ്തുക്കളാണ് ഈ ഭഗവാന്റെ യോഗദണ്ഡും അതുപോലെ തന്നെ രുദ്രാക്ഷമാലയുമൊക്കെ. അത് സ്വന്തം നിലയിൽ സ്വർണം കെട്ടിച്ചോളാമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടിയായിരുന്ന പത്മകുമാർ സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുക്കുന്നു. മകനെ അത് ഏൽപ്പിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ പോലും തിരിമറി നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇതുവരെ മറ്റ് ഒരു അന്വേഷണം നടന്നിട്ടില്ല. ദേവസ്വം വിജിലൻസ് നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് അതിൽ കൃത്യമായ ചട്ടലംഘനം നടന്നിട്ടുണ്ട്. ഈ 2 വസ്തുതകൾ നിലനിൽക്കുന്നുണ്ട്. ഇതിൽ രണ്ടിലും തൽക്കാലം അന്വേഷണം വേണ്ട എന്നാണ് നിലവിൽ SITയുടെ തീരുമാനം. ഈ മാസം തന്നെ കുറ്റപത്രം സമർപ്പിക്കുക. കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം
തുടർ നടപടികളുമായി മുന്നോട്ട് പോവുക. ഈ മാസം അവസാനത്തോടുകൂടി പ്രോസിക്യൂഷൻ നടപടികൾക്കായി സർക്കാരിനെ സമീപിക്കാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. ഏതായാലും SIT ഈ കേസ് ഈ 2 സംഭവങ്ങളിൽ മാത്രമായി 2019 കട്ടിളപ്പാളികൾ കൊണ്ടുപോയതിലും ദ്വാരപാലക ശില്പത്തിലും മാത്രമായി ഒതുക്കാനുള്ള നീക്കം നടത്തുന്നു. മറ്റ് സംഭവങ്ങളിൽ അന്വേഷണമില്ല. കൂടുതൽ ഉന്നതരിലേക്ക് അന്വേഷണം പോകില്ല. നിലവിൽ ഇപ്പോൾ കടകംപള്ളിയെ ചോദ്യം ചെയ്തിട്ടുണ്ട് മുൻ ദേവസ്വം ബോർഡ് മന്ത്രി. അതിനൊപ്പം തന്നെ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഒടുവിൽ ഇതൊരു ഒത്തുതീർപ്പ് കേസായി ഒതുങ്ങാനുള്ള എല്ലാ സാധ്യതകളും ഇതിൽ നിലനിൽക്കുകയാണ്. ഇനി ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ നിലപാടുകളാകും നിർണായകമാവുക. അനിൽ നമ്പ്യാർ. യെസ്, ഹൈക്കോടതിയുടെ ദേവസ്വം ഡിവിഷൻ ബെഞ്ചാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകിയതെങ്കിലും, അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ആര് നേതൃത്വം നൽകണം, ആ ടീമിൽ ആരൊക്കെ ഉണ്ടാവണം, SIയെ പോലും പേരെടുത്ത് ആണ് ഹൈക്കോടതിയുടെ അന്നത്തെ ഉത്തരവ് ഉണ്ടായത്. അപ്പോൾ ദേവസ്വം ബെഞ്ചാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ മോണിറ്റർ ചെയ്യുന്നതെങ്കിലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇപ്പോൾ സർക്കാരിൻ്റെ ഒരായുധമായി മാറിയിരിക്കുന്നു എന്നാണ് രാജീവിൻ്റെ വാർത്തയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം ഈ കേസ് അന്വേഷണം കൂട്ടിക്കെട്ടാൻ പോവുകയാണ്. ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സാഹചര്യത്തിൽ ഇടതുമുന്നണിക്ക് തിരിച്ചടി ഉണ്ടാകും എന്ന ഭയം സർക്കാരിന്. ഈ കേസിന്റെ മറ്റ് സാധ്യതകളൊന്നും അന്വേഷണം മറ്റൊരു വഴികളിലേക്കും പോകുന്നില്ല, മനഃപൂർവ്വം പോയിപ്പിക്കാത്തതാണ്. അപ്പോൾ സ്വാഭാവികമായും CBI അന്വേഷണം എന്ന ആവശ്യത്തിനുള്ള ആ ഒരു പ്രസക്തി വർദ്ധിച്ചിരിക്കുകയാണ്. കാരണം ഇതെല്ലാം ചൂണ്ടിക്കാട്ടി ഇനി CBI അന്വേഷണം ആവശ്യപ്പെട്ട് നേരത്തെ തന്നെ ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. ഒന്നുകൂടി അതിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് നീങ്ങാൻ BJPക്ക് അടക്കം സാധിക്കും എന്നുള്ളതാണ്.